ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 8 എപ്പിസോഡുകളിലായി നമ്മൾ കണ്ടത് ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ മനോഹരമായി ഉണ്ടാക്കിയെടുക്കാം എന്നതാണ്. ഉബുണ്ടുവിലെ LibreOffice ഇംപ്രസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയത്. ഈ സോഫ്റ്റ്വെയറിലെ മുഴുവൻ ടൂളുകളും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ ഇംപ്രസീവായിട്ടുള്ള, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള, വളരെ ഇഫക്റ്റീവായിട്ടുള്ള പ്രസൻറ്റേഷനുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് എങ്ങനെയെന്നാണ് കഴിഞ്ഞ 8 എപ്പിസോഡുകളിലായി നമ്മൾ കണ്ടത്. ആ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്കായി എപ്പിസോഡുകളുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഈ വീഡിയോ കാണുക. നമ്മൾ പ്രസൻറ്റേഷൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ, ഏതൊക്കെ രീതിയിലൊക്കെ സേവ് ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്താൽ ഏറ്റവും കൂടുതൽ നമുക്കത് ഉപയോഗപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കാദ്യം പ്രസൻറ്റേഷൻ ഒരുക്കാനുള്ള സോഫ്റ്റ്വെയർ തുറക്കാം. LibreOffice ഇംപ്രസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടിട്ടുണ്ട്. ആപ്ലിക്കേഷൻ, ഓഫീസ്, LibreOffice ഇംപ്രസ് തുറക്കുകയാണ് ചെയ്യുക. നമ്മൾ ഇവിടെ ഇംപ്രസിൽ ഒരു പ്രസൻറ്റേഷൻ ഓൾറെഡി തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചതാണ്. അത് നമുക്ക് തുറക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പ്രസൻറ്റേഷൻ തുറന്നു വന്നിരിക്കുകയാണ്. ഇതിൽ 5 സ്ലൈഡുകളാണുള്ളത്. ഈ 5 സ്ലൈഡുകളും നമുക്ക് സാധാരണ രീതിയിൽ സേവ് ചെയ്യാൻ ഫയലിൽ പോയി ഇവിടെ സേവ് എന്നോ സേവ് ആസ് എന്നോ 2 രീതിയിലുള്ള ഓപ്ഷനുകൾ ലഭ്യമാണ്. അപ്പോൾ നമുക്കിത് സേവ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട്. നമ്മളിപ്പോൾ ഇതിനെ സാധാരണ രീതിയിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ODP എന്ന ഫോർമാറ്റിലാണ് സേവ് ആവുക. ഇത് നമുക്ക് വിൻഡോസിൽ തുറക്കാൻ പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇത് നമ്മളുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കണമെങ്കിൽ അതും പ്രയാസമായിട്ട് വരും. അങ്ങനെയാവുമ്പോൾ എങ്ങനെയൊക്കെ നമുക്കിത് മനോഹരമായി എല്ലാ പ്ലാറ്റ്ഫോമിലും തുറക്കാൻ പറ്റുന്ന രീതിയിൽ സേവ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ആദ്യം നമുക്കിതിനെ PDF ആയി സേവ് ചെയ്ത് നോക്കാം. PDF ആയി ഇതിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലും മൊബൈൽ ഫോണിലും ഒക്കെ തന്നെ തുറക്കാവുന്നതാണ്. അതിനായി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഫയലിൽ പോയി ഇതിനകത്ത് എക്സ്പോർട്ട് ആസ് PDF എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൻ്റെ അകത്ത് കുറേ ഓപ്ഷനുകളുണ്ട്. ഓൾ, സ്ലൈഡ്സ്, സെലക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷനുകൾ കാണാം. ഇതിൽ നമ്മൾ ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രസൻറ്റേഷനുള്ള മുഴുവൻ സ്ലൈഡുകളും ഒന്നിച്ച് PDF ആയിട്ട് മാറും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് എക്സ്പോർട്ട് കൊടുക്കുകയാണ്. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ എവിടെയാണിത് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥലം കാണിച്ചു കൊടുക്കാം. നമ്മൾ ഡെസ്ക്ടോപ്പിലാണിത് സേവ് ചെയ്യുന്നത്. എന്നിട്ട് അടിയിൽ സേവ് കൊടുക്കാം. അപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. അത് PDF ആയിട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ PDF ഇവിടെ കാണാം. പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് PDF ആയിട്ട് ഇവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ PDF ആയിട്ടാണുള്ളത്. എല്ലാം PDF ആയിട്ട് ഇതിനകത്തുണ്ട്. ഇത് നമുക്ക് എവിടെയും തുറക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഇത് മുഴുവൻ വേണ്ട, ഓരോ സ്ലൈഡുകളും PDF ആയി എടുക്കണമെങ്കിൽ എങ്ങനെയാണ് എടുക്കുക എന്ന് നോക്കാം. അതിനായി വീണ്ടും നമ്മളിത് തുറന്നു വെച്ചു. അതിനുശേഷം നമ്മൾ ഫയലിൽ പോകുന്നു, എക്സ്പോർട്ട് ആസ് PDF കൊടുക്കുന്നു. എന്നിട്ട് വരുന്ന വിൻഡോയിൽ നമ്മൾ ഓൾ എന്നുള്ളതിന് പകരം സ്ലൈഡ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് സ്ലൈഡാണ് PDF ആക്കേണ്ടത് എന്ന് ചോദിക്കും. അതിനിവിടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ സ്ലൈഡ് നമ്പർ എഴുതി കൊടുക്കുക. നമ്മളിവിടെ ഏത് സ്ലൈഡാണോ PDF ആക്കേണ്ടത് അതാദ്യം സ്ലൈഡ് നമ്പർ ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഈ നമ്പർ ഓർത്ത് വെക്കണം. ഇത് കുറേ അധികം ഉണ്ടെങ്കിൽ ഇങ്ങ് താഴത്തേക്കായിരിക്കും. അപ്പോൾ പിന്നീട് നമുക്കിത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ ഏത് സ്ലൈഡാണോ PDF ആക്കേണ്ടത് ആ നമ്പർ ഓർമ്മിച്ച് വെക്കുക. ആ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. ഉദാഹരണമായി ഞാനിപ്പോൾ 3ാമത്തെ സ്ലൈഡാണ് PDF ആക്കുന്നത്. അപ്പോൾ 3 എന്നടിച്ചു കൊടുത്തു. എന്നിട്ടിവിടെ എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ എവിടെയാണെന്ന് ചോദിക്കും. സേവ് ചെയ്യേണ്ടത് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പേര് നമ്മളൊന്ന് മാറ്റുക. പ്രസൻറ്റേഷൻ 3 എന്നാക്കി. 3ാമത്തെ സ്ലൈഡാണ്. സേവ് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ സേവ് ആയിട്ടുണ്ടാവും. ഇവിടെ പ്രസൻറ്റേഷൻ 3 ഒരു സ്ലൈഡ് മാത്രം ഇവിടെ സേവ് ആയിരിക്കുന്നത് കാണാം. ഇതിപ്പോൾ PDF ഫോർമാറ്റാണ്. ഇനി നമുക്ക് വേറെ ഒരു ഓപ്ഷൻ കൂടി അതിൽ ലഭ്യമാണ്. അതെന്താണെന്ന് നോക്കാം. ഫയലിൽ പോയി
എക്സ്പോർട്ട് ആസ് PDF കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതൊന്ന് കാണാം, സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ ലഭ്യമാണ്. ഓൾ സ്ലൈഡ്സിന് പുറമെ സെലക്ഷൻ. അത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏത് സ്ലൈഡാണോ ആ സ്ലൈഡായിരിക്കും PDF ആയിട്ട് മാറുക. ഇവിടെ നമ്മൾ ഒന്നാമത്തതാണ് ഇപ്പോൾ സെലക്ഷനിലുള്ളത്, അതിവിടെ കാണാം. അത് എക്സ്പോർട്ട് ആവും. നമുക്ക് നോക്കാം. പേരൊന്ന് മാറ്റിക്കൊടുത്തു, 1 എന്നാക്കി ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തു. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്നാമത്തെ സ്ലൈഡാണ് നമുക്ക് സേവ് ആവേണ്ടത്, അതായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. അത് മാത്രമാണോ സേവ് ആയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഒന്നാമത്തെ സ്ലൈഡാണ് നമുക്ക് സേവ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഈ സ്ലൈഡുകൾ ഓരോന്നും, അതായത് ഓരോ സ്ലൈഡും നമുക്ക് ഓരോ ഇമേജായി സേവ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓരോ ഇമേജായിട്ട് സേവ് ചെയ്യണം. അതെങ്ങനെയാണെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ, അതുപോലെ തന്നെ വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കാൻ ഒക്കെ തന്നെ ഒരു സ്ലൈഡായി അതിനൊരു ഇമേജായിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരപ്പെടും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമ്മൾ ഫയലിൽ പോയിട്ട് എക്സ്പോർട്ട് ആസ് PDF മുകളിലായിട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എവിടെയാണ് ഇത് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് എന്ന് കൊടുക്കാം. ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്ലൈഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്ലൈഡ് പ്രസൻറ്റേഷൻ 1 സെലക്ട് ചെയ്ത് ഏതാണോ അതാണ് സേവ് ആവുക. ഇനി ഇതിൻ്റെ അടിയിൽ ഓൾ ഫോർമാറ്റ്സ് എന്ന് കാണാം. അവിടെ സൈഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫോർമാറ്റിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാം. അതിൽ നമുക്ക് JPEG എന്ന് കാണാം. ഇതൊരു ഇമേജ് ഫോർമാറ്റാണ്, അത് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് JPEG ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യപ്പെടും. നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. സേവ് കൊടുത്തു. സേവ് കൊടുക്കുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് ഹൈറ്റൊക്കെ ചോദിക്കും, റെസല്യൂഷൻ ചോദിക്കും, അത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. കളർ ഡെപ്ത് ചോദിക്കും, ക്വാളിറ്റി ചോദിക്കും. വേണേൽ കുറച്ച് ഇപ്പോൾ 85 ഉണ്ടാവുക, അത് വേണമെങ്കിൽ ഒരു 100 മാറ്റാം. എന്നിട്ട് നമുക്കിവിടെ ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു JPG ഫോർമാറ്റിലുള്ള ഒരു ഫയൽ ഇവിടെ കാണുന്നുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇമേജ് വ്യൂവറിലൂടെയാണ് നമ്മളത് തുറക്കുന്നത്. അപ്പോൾ JPG ഫോർമാറ്റിലുള്ള ഒരു ഇമേജ് നമുക്ക് വന്നിരിക്കുകയാണ്. ഇത് നമുക്കിനി വാട്സപ്പ് അടക്കമുള്ള ഏത് പ്ലാറ്റ്ഫോമിലൂടെയും ഇമേജായി ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്കിതിനെ ഒരു മൂന്നാമത്തെ സ്ലൈഡ് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ സ്ലൈഡിനെ നമുക്ക് സേവ് ചെയ്യേണ്ടത്, ഇവിടെ പേര് കൊടുത്തു, 3 എന്ന് കൊടുത്തു. ഇത് നമുക്ക് സേവ് ചെയ്യേണ്ടത് ഒരു PNG ഇമേജ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു SVG ഇമേജ് ആയിട്ടാണ്. ഒരു SVG ഇമേജ് ആയിട്ട് ഇതിനെ നമ്മൾ സേവ് ചെയ്യണം. SVG ഇമേജായി സേവ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത നമുക്കറിയാം. അതിൻ്റെ ക്വാളിറ്റി വലുതാക്കുമ്പോഴൊന്നും തന്നെ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരില്ല. അത് ബ്ലറായി പോവില്ല. എത്രയും നമുക്ക് വലുതാക്കാം. അതാണ് SVGയുടെ പ്രത്യേകത. അങ്ങനെ ഇതവിടെ SVG ആയിട്ട് ഇതിങ്ങനെ സേവ് ആയിരിക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഒന്നാമത്തെ തന്നെ സെലക്ട് ചെയ്തു, ഫയലിൽ പോയി എക്സ്പോർട്ട് പോയിട്ട് 1 കൊടുത്തു. ഡെസ്ക്ടോപ്പിൽ ഇവിടെ മറ്റൊരു ഫോർമാറ്റ് കാണാം, PNG ഇമേജ്. ആ PNG ഇമേജിലേക്ക് നമുക്കൊന്ന് മാറ്റി നോക്കാം. ഇതിന് എന്താണ് സംഭവിക്കാൻ നോക്കാം. സേവ് കൊടുത്തു. അപ്പോൾ അത് ഇതുപോലെ തന്നെ വിഡ്ത്തും ഹൈറ്റും റെസല്യൂഷനും ഒക്കെ തന്നെ, കംപ്രഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ അത് സേവ് ആയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇവിടെ PNGയിലുള്ള ഒരു ഇമേജ് ഇവിടെ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മൾ കൊടുത്ത ഇമേജും ഈ കാര്യങ്ങളും മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയാണ് PNGയിൽ സേവ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ വേണമെങ്കിൽ PNG ഫോർമാറ്റിലേക്ക് നമുക്ക് ഇത് സേവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇമേജുകൾ, ഇമോജികൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ സേവ് ചെയ്തെടുത്ത് എല്ലാ മീഡിയയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നൊരു പ്രത്യേകതയും ഇതിന് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ നമുക്ക് എല്ലാ മീഡിയയിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടെ പ്രസൻറ്റേഷനെ മൊത്തത്തിലും അതുപോലെ തന്നെ ഓരോ സ്ലൈഡുകളായും സേവ് ചെയ്യാൻ വേണ്ടി കഴിയും. ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.